ശാന്തി, നമുക്ക് ഈ 41 നടത്തുന്ന ഈ പരിപാടികൾ മഞ്ഞൾത്താലം, അതുപോലെ തന്നെ കുങ്കുമാഭിഷേകം, അതുപോലെ തന്നെ കലങ്കരി എന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാമോ? ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. പണ്ട് ഇവിടെ ഒരു രാജ കുടുംബത്തിൻ്റെ വകയായിട്ട് രാജാവിന് കുളിച്ചു വീഴുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് സ്ഥാപിച്ച ക്ഷേത്ര സങ്കേതമാണ്. പിന്നെ നമ്മളിന്നിപ്പോൾ എവിടെയാണ് ഉള്ളത്? നമ്മളിന്ന് കുമരകം വടക്കങ്കര ദേവീക്ഷേത്രത്തിലാണ്. അതെ, ഞാനിപ്പോൾ എന്നുള്ളത് കുമരകം വടക്കങ്കര ദേവീക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിനൊരു ചരിത്രമുള്ളത് അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. ഇതിപ്പോൾ ക്ഷേത്രം ഒരു കുടുംബ ക്ഷേത്രമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ ചടങ്ങുകളും ഇതിൻ്റെ പൂജാകർമ്മങ്ങളെല്ലാം നടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രം എന്ന നിലയിലാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ പോകുന്നത്. എന്നിരുന്നാലും ഈ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിൽ ഓരോ വർഷവും ഉത്സവം, അതുപോലെ തന്നെ 41 അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കുകൊള്ളാനായിട്ട് ദൂരെ ദിക്കിൽ നിന്നും വരെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിപുരാതനമായൊരു ക്ഷേത്രവും അതുപോലെ തന്നെ ദേവീ ചൈതന്യവും ഏറ്റവും പ്രാധാന്യത്തോടും നല്ല അനുഗ്രഹങ്ങൾ ഭക്തരിൽ ചൊരിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ അത്രയ്ക്കും ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഓരോ വർഷവും ഈ ഭക്തജനങ്ങളുടെ തിരക്ക് ക്രമാതീതമായി ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വഴിപാട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ പ്രധാന തന്ത്രിയായ ഗോപാലശാന്തിയോട് നമുക്ക് ചോദിക്കാം. ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. പണ്ട് ഇവിടെ ഒരു രാജ കുടുംബത്തിൻ്റെ വകയായിട്ട് രാജാവിന് കുളിച്ചു വീഴുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് സ്ഥാപിച്ച ക്ഷേത്ര സങ്കേതമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷമായൊരു വഴിപാടാണ് മഞ്ഞത്താലം എന്ന് പറയുന്നത്. ദേവിയുടെ അനുഗ്രഹമായി വസൂരി പോലുള്ള വളരെ മാരകമായിരിക്കുന്ന വിപത്തുകളെ ദേവി ഇതിലൂടെ ഉന്മൂലനം ചെയ്യുന്നു എന്നാണ് ഒരു സങ്കല്പം. രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു സങ്കല്പം എന്ന് പറയുന്നത്. കാലാകാലങ്ങളിൽ സ്ത്രീകളിൽ ഒരു 11 ദിവസത്തെ നോയമ്പെടുത്ത് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് ആണ് ഈ സങ്കേതത്തിൽ അത് നടത്തിപ്പോരുന്നത്. പ്രത്യേകിച്ച് ഒരു താലത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൽ എന്നൊന്ന് വ്യത്യസ്തമായിട്ട് തലയിൽ ആണ് സാധാരണ അത് ഇവിടുത്തെ അമ്മമാർ അത് ദേവിക്ക് 4 പ്രദക്ഷിണം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുന്നു. വളരെ വിശേഷമായിട്ട് കാലാകാലങ്ങളിൽ നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്നത് വിശേഷമായ ദേവിയുടെ ഒരു വിശേഷ വഴിപാടാണ്. അതുപോലെ തന്നെ കലങ്കരി എന്നതും രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. ഈ മഞ്ഞൾത്താലമേ അത് എത്ര എണ്ണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് 40 ഒരു മണ്ഡലകാലം അതിൻ്റെ എൻ്റെ ഒരു പരിസമാപ്തിയാണ്. അപ്പോൾ 41 എണ്ണം അല്ലെ 41 ആയിരുന്നു ആദ്യത്തെ കാലങ്ങളിൽ. പിന്നെ അത് കാലാകാലങ്ങളിൽ അത് വർദ്ധിച്ച് ആണ് ഇപ്പം അത് 100-ന് മേളിൽ അല്ലെ 500-ന് മേളിലൊക്കെ ഉള്ളൊരു നമ്പറിലേക്ക് എത്തി. ആദ്യകാലങ്ങളിൽ 41 ആയിരുന്നു അതിൻ്റെ ഒരു നമ്പരെങ്കിൽ ഇപ്പോൾ അത് വളരെയധികം ആൾക്കാരിലേക്ക് അത് ഈ വഴിപാടിൻ്റെ പ്രസക്തി വളരുകയും കൂടുതൽ ആൾക്കാർ അത് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സംഘത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ദൂരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ വഴിപാട് നടത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് നമുക്കത് ചെയ്യാൻ വളരെ ഫലപ്രാപ്തിയുള്ളൊരു വഴിപാടാണ് ഈ ദേവിയെ സംബന്ധിച്ച്. ഇവിടുന്ന് ഇതിൻ്റെ ഫലം അനുഭവിച്ച് ഇവിടുന്ന് കെട്ടിച്ചു വിട്ട ആൾക്കാരൊക്കെ തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ എത്തി ഈ വഴിപാട് എടുക്കാറുണ്ട്. അത് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഈ വഴിപാടില്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെയാണ് ഈ മഞ്ഞത്താലം എന്ന് പറഞ്ഞൊരു വഴിപാട് കാലാകാലങ്ങൾക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായ, അല്ലെങ്കിൽ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായ കാലം മുതലുണ്ടായ ഒരു വഴിപാടാണ്. അപ്പോൾ അതിന് ഒരു വിശേഷമായ ഒരു ഫലപ്രാപ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയ സ്ത്രീകളൊക്കെ തന്നെ ഈ സമയത്ത് ഇവിടെ എത്തുകയും ഈ വഴിപാട് ഇവിടെ എടുക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ തന്ത്രിയായിട്ടുള്ള ഗോപാലശാന്തിയാണ്. ഗോപാലശാന്തി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാമോ? അല്ല, ഇപ്പോൾ രജിശാന്തി പറഞ്ഞതുപോലെ തന്നെ ഈ വടക്കങ്കര ദേവിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡല സമാപനം. മണ്ഡല സമാപനത്തോടുകൂടി ദേവിക്ക് കുമരകത്തെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടാണ് മഞ്ഞത്താലം, അതുപോലെ തന്നെ കലങ്കരി, അങ്ങനെയുള്ള വഴിപാടുകൾ. ഇത് പ്രധാനമായും ശാന്തി പറഞ്ഞ പോലെ രോഗ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി. മഞ്ഞത്താലം എന്ന് പറയുന്നത് ഈ മസൂരി പോലുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച കാലഘട്ടത്തിൽ ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ദേവിക്ക് സമർപ്പിച്ച ഒരു വഴിപാടാണ്. അത്
ഈ മറ്റ് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും സാധാരണയായി ഇല്ലാത്ത ഒരു വഴിപാട്, ഒരു പ്രത്യേകതയാണ് വടക്കങ്കര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാട്. ഓക്കെ, താങ്ക് യു, വളരെ നന്ദിയുണ്ട്. മഞ്ഞൾത്താലം ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ഭക്തർക്ക് പ്രദക്ഷിണം ചെയ്യുവാനായി പുറത്തേക്ക് നൽകിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന് 4 വലം വെച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി താലം അകത്തേക്ക് കൈമാറും. മറ്റുള്ള താലം പോലെ പ്രത്യേകതയുള്ളൊരു താലമാണിത്. ഇത് തലയിൽ വെച്ചാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ഓരോ വലം വയ്ക്കുമ്പോഴും ക്ഷേത്രത്തിൻ്റെ 4 വശങ്ങളിലുമായി ഒരു റൗണ്ട് കറങ്ങിയതിന് ശേഷം വീണ്ടും പ്രദക്ഷിണം ചെയ്ത് 4 പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അതിനുശേഷം ഭക്തർക്ക് പ്രസാദം നൽകുകയും ചെയ്യും. ഒരു റൗണ്ടിൽ 41 താലങ്ങളാണ് എടുക്കുന്നത്. 41 താലങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ആ താലം പിന്നീട് വീണ്ടും ഉപയോഗിക്കുന്നില്ല. വീണ്ടും പുതിയ താലമാണ് ഭക്തർക്ക് കൈമാറുന്നത്. പുഴുക്ക് നേർച്ചയ്ക്കുള്ള അടുപ്പിൽ തീ പകരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സാധാരണ പൊങ്കാലയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പുഴുക്ക് നേർച്ചയാണ്. രോഗപീഠകളിൽ നിന്ന് മുക്തി നേടുന്നതിന് ഭക്തർ സ്വയം സങ്കല്പിച്ച് ഓരോ രൂപങ്ങൾ അരിമാവിൽ ഉണ്ടാക്കി പൊങ്കാലക്കലത്തിൽ നിക്ഷേപിക്കുകയും അത് പിന്നീട് പൂജാകർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഭക്തരുടെ അടുപ്പുകളിൽ നിന്നും പുഴുക്ക് സ്വീകരിക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. തിടമ്പിലേറിയ ദേവി ഭക്തരുടെ അടുത്തേക്ക് നേരിട്ടെത്തി അനുഗ്രഹം ചൊരിയുന്നു എന്നതാണ് ഇവിടെ സങ്കല്പം. ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ശേഷം നടക്കുന്ന അവസാന ചടങ്ങാണ് ഗുരുതി പൂജ.